ഹലോ, ഇത് രണ്ട് കട്ട് പീസിലുണ്ടായിരുന്ന തുണിയാണ്. അപ്പോൾ ലൈനിങ് പകരം രണ്ടും ഒരേപോലത്തെ തുണി എടുത്തു. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഷർട്ടുകളും ഉടുപ്പുകളൊക്കെ കൊണ്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല, ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ ഒന്നും കളയാതെ നോക്കുക. അപ്പോൾ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഒരു പേഴ്സാണ്. അതൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിലും അടിപൊളിയായിട്ട് ചെയ്യണവരുണ്ടാവും. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 തുണികൾ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു രീതിയിലും വേണമെങ്കിലും അടിക്കാം. ഫസ്റ്റ് ഞാനിന്ന് ഇങ്ങനെ കോൺ ഷേപ്പിൽ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സൈഡ് അടിച്ചത്. അപ്പോൾ അത് ഭംഗിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തതാണ്. അതാണ് സംഭവം. നിങ്ങൾക്ക് വേസ്റ്റ് ക്ലോത്ത് ടൈലർ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന തുണികളാണ് ഞാൻ ചെയ്യുന്നത്. കാശ് എടുത്ത് മേടിക്കുന്നു. കാണാൻ ചെറുതാണെങ്കിലും കൂടിയിട്ട് നമുക്ക് ഓരോ പീസിനും കടയിൽ നമ്മൾ കട്ട് പീസുകൾ ഇങ്ങനെ കൊട്ടയിൽ ഒരു കൂട്ടിയിട്ടുണ്ടാവും. അത് നല്ല റേറ്റ് വരും. ഒരു 5-6 പീസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞാൽ ഒരു 500-600 രൂപയാണ്. അപ്പോൾ അതിൽക്കും നല്ല കുറച്ച് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2-3 ചാക്ക് കൊടുത്താലും ചിലപ്പോൾ ഒരു ചാക്കേ കിട്ടുള്ളൂ. അതിൽ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിതിങ്ങനെ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തുണി മേടിച്ച് പഠിക്കണമെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ. ഒരുപാട് പൈസ മുടക്കണം, ചിലവാണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കട്ട് പീസ് ഇപ്പോൾ പഴയ ഓൾഡ് ക്ലോത്തുകളാണെങ്കിലും കുട്ടികളെ ഉടുപ്പോ നൈറ്റിയോ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അയച്ചിട്ട് തേച്ച് റെഡിയാക്കിയാൽ അടിപൊളിയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ 4 പുറം നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് മടക്കി നോക്കി എത്ര വീതി വേണം, എന്താ വേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 4 പുറം ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ച് അടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സിമ്പിളാണ്. നടുവിൽ വെച്ച പീസ് ഉള്ളിലൊരു അറയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ അടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് അയിമണ്ട് സെൻറ്ററിൽ നോക്കിയിട്ട് വെക്കുക. എന്നിട്ട് ക്രോസ് പീസ് അടിക്കും. അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ നമ്മളെ ഫയൽ അത് പാസ്പോർട്ട് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഇടാം.
ഇതുപോലെ ഇങ്ങനെ 4 പുറം അടിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മറിച്ചടിക്കുക. നല്ല ഫിനിഷിങ്ങിൽ അടിക്കണം. ഇത് തുണി വീതി കുറയുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്കുകൾ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ക്രോസ് പീസാണ് വെട്ടണമെച്ചെങ്കിലും ഒന്ന് കുറച്ചും കൂടി ഒരു 2 ഇഞ്ച് വീതിയിൽ വെട്ടണം. എന്നിട്ട് ഇങ്ങനെ അടിച്ചാൽ കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇങ്ങനെ പലതൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യണത് തന്നെയാണ് കേട്ടോ. നമ്മളിത് ട്രെയിനിങ്ങിനോ ആദ്യം കൂട്ടി പഠിച്ചിട്ടൊന്നുമില്ല. ഇതേപോലെ ഓരോ വീഡിയോസ് കണ്ടിട്ട് പഠിക്കണത് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ടൈലറിങ് പഠിക്കാനോ കോഴ്സ് പഠിച്ചിട്ടൊന്നുമില്ല. ഈ ബാഗും ഡോർമാറ്റും പൗച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഒക്കെ ഈ യൂട്യൂബിൻ്റെ സഹായത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ചെയ്തുകൂടെ അങ്ങനെയായിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഒരുവിധം അതങ്ങനെ അടിച്ച് കുറച്ചൊക്കെ ഫിനിഷിങ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നൂലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുക, ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഇതാണ് മക്കളെ നമ്മളെ പേഴ്സ്. ഇത് ഈ 2 സൈഡും കൂടി ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് രണ്ടും ഒരേപോലെ ഒപ്പമായിരിക്കണം കേട്ടോ. അതാണ് പിന്നെയും ഞാനിതിങ്ങനെ വീണ്ടും ഒപ്പം വെച്ച് നോക്കണത്. ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു വൃത്തിയിൽ ചെയ്യണം. പഠിക്കുകയാണെങ്കിലും ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിലും പോലും ഇങ്ങനെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യണം. എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അളവും കാര്യങ്ങളും എടുക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല. അപ്പോൾ അതുപോലെ ആവരുത്. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കുമ്പോൾ ടേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തുണിയുടെ വീതി അളവും നീളമൊക്കെ നോക്കും. ഇങ്ങനെ 2 അറ വരുന്നുണ്ട്. അതിൽ നമുക്ക് പാസ്ബുക്കും കാർഡുകളും കാര്യങ്ങളൊക്കെ ഇടാം. പക്ഷെ ഞാൻ നടുവിൽ സിബ് വെച്ചിട്ട് അടിക്കണതുണ്ട്. ഞാനത് ഇപ്പോൾ അത് അത്ര ശ്രദ്ധിച്ചില്ല. ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ വെക്കുക. ഇനി അവിടെ ഉള്ളിൽ സിബ് വെച്ചിട്ട് പുറത്ത് നമ്മളെ ഈ ഫർദർ അത് മറ്റുണ്ടാവില്ലേ പ്രസ്, അതും കൂടി ഒട്ടിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ അടുത്ത് കൊടുക്കുന്നത് കഴിഞ്ഞു. അപ്പോൾ പേഴ്സ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു അടുത്ത വീഡിയോ ആയിട്ട്.